അടുത്തിടെ പുരാവസ്തു ഗവേഷകരെ ഞെട്ടിച്ച ഒരു കണ്ടെത്തലിനെക്കുറിച്ച് നമുക്ക് നോക്കാം. 2000 വർഷം മുൻപ് ഹിന്ദു ദൈവങ്ങൾ എങ്ങനെ ഈജിപ്തിലെത്തി? ഈ ചോദ്യമാണ് ചരിത്രകാരന്മാരെ കുഴപ്പിക്കുന്നത്. ശരിക്കും സംഭവിച്ചതാണ്. ഹിന്ദു ദൈവങ്ങളുടെ ഒരു ശില്പം, അതും ഈജിപ്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഇതെവിടെയാണ് കണ്ടെത്തിയതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈജിപ്തിലെ ചെങ്കടൽ തീരത്തുള്ള ബെറനൈക്ക് എന്നൊരു പ്രധാന റോമൻ തുറമുഖമായിരുന്നു ആ സ്ഥലം. അപ്പോ ഈ ബെറനൈക്ക് വെറുമൊരു ഈജിപ്ഷ്യൻ നഗരമായിരുന്നില്ല, അതൊരു ആഗോള ഹബ്ബായിരുന്നു. ഇവിടെ നിന്നാണ് നമ്മുടെ മുസിരിസ്, അരിക്കമേട് പോലുള്ള ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ പോയിരുന്നത്. ഈ ശില്പത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രീകൃഷ്ണനെയും ബലരാമനെയും സഹോദരി സുഭദ്രയെയുമാണ്. പക്ഷെ ഒരു ചോദ്യമുണ്ട്: ആരാണ് ഈ ശില്പം ഉണ്ടാക്കിയത്? ഇതിന്റെ ഉത്തരം വളരെ രസകരമാണ്. ഇന്ത്യൻ കല്ലിൽ തീർത്ത ഒരു ശില്പമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇതുണ്ടാക്കിയത് ഈജിപ്തിലെ കല്ലുകൊണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഇന്ത്യക്കാരുടെ ഒരു സമൂഹം തന്നെ അവിടെ ജീവിച്ചിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട കണ്ടെത്തലല്ല. ഇന്ത്യൻ കുരുമുളകും മൺപാത്രങ്ങളും തുണിത്തരങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത്ര വലിയൊരു ബന്ധത്തിന് കാരണം എന്തായിരിക്കും? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: കച്ചവടം. ഇന്ത്യയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾ, പരുത്തി, ആനക്കൊമ്പ് ഒക്കെ റോമിലേക്ക് പോയി. പകരം അവർ സ്വർണം നൽകി. പക്ഷേ എങ്ങനെയായിരുന്നു ഈ നീണ്ട കടൽ യാത്ര? അവിടെയാണ് മൺസൂൺ കാറ്റുകളുടെ പ്രാധാന്യം. ഈ കാറ്റുകളെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഈജിപ്തിലേക്ക് വെറും 40-60 ദിവസം കൊണ്ടേ എത്താം. ഇതൊന്നും രഹസ്യമായിരുന്നില്ല. പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു ശില്പം തെളിയിക്കുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യക്കാർ വിദേശത്ത് ജീവിച്ചിരുന്നു, ഒപ്പം അവരുടെ സംസ്കാരവും. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള ഹിന്ദു ദൈവങ്ങളുടെ രൂപങ്ങളിൽ ഒന്നാണിത്. 1994 തുടങ്ങിയ ഖനനമാണ് ഈ അടുത്ത കാലത്ത് ഈ വലിയ കണ്ടെത്തലിലേക്ക് നയിച്ചത്. അതായത് അന്ന് വ്യാപാരം നടന്നത് സാധനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സംസ്കാരങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, 2000 വർഷം മുൻപ് ലോകം ഇത്രയധികം ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ ഇനിയും എന്തെല്ലാം രഹസ്യങ്ങൾ കണ്ടെത്താൻ ബാക്കിയുണ്ടാകും?